അല്ല, ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ്? ഇപ്പോഴത്തെ ഇഷ്യൂ സഖാവ് പിണറായിസത്തെ താഴെ ഇറക്കുക എന്നാണ്. ദാറ്റ് ഇസ് ദ ഓൺലി അജണ്ട ഇൻ ഫ്രണ്ട് ഓഫ് മീ. നമസ്കാരം. എൻകൗണ്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. CPIM-നെ വെട്ടിലാക്കുന്നതും കോൺഗ്രസിനെ ഒപ്പം നിർത്തുന്നതുമായിരുന്നു MLA പദവി ഒഴിഞ്ഞ PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങൾ. പിണറായിസത്തെ താഴെ ഇറക്കുക മാത്രമാണ് ഏക അജണ്ട എന്ന പ്രഖ്യാപനത്തിന് പുറമെ പാർട്ടിയെ വെട്ടിലാക്കുന്ന ചില വെളിപ്പെടുത്തലുകളും PV അൻവറിൽ നിന്ന് ഇന്നുണ്ടായി. അതിലെൻ്റെ നയം എന്ന് പറയുന്നത് അത് തീർത്തും അവരുടെ വ്യക്തിപരമായി അവരെ എന്നെ വിശ്വസിച്ച് പറഞ്ഞതാണ്. അവരെന്നെ വഞ്ചിച്ചു എന്നുള്ളത് ശരിയാണ്. അതേ അർത്ഥത്തിൽ അത് തിരിച്ച് ഞാൻ പറയുക എന്ന് പറയുന്നത് എൻ്റെ സംസ്കാരത്തിനും എൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിനും അത് യോജിക്കാത്തത് കൊണ്ട് ആ ആളുകളെ നമ്മളതിൽ വെളിപ്പെടുത്തുന്നില്ല. ഇപ്പം അവരുപയോഗിച്ച വാക്ക് ഉന്നത ശ്രേണിയിലുള്ള നേതാക്കന്മാരെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, സാധാരണ ശ്രേണിയിലുള്ള ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഈ പണിക്ക് ഞാൻ ഇറങ്ങുമോ? അത്ര വിവരക്കേടൊന്നും എനിക്കില്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല, പേര് മറച്ചു വയ്ക്കുന്നത് എൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. അയോഗ്യത ഒഴിവാക്കാൻ അൻവർ നടത്തിയ രാജി നീക്കത്തെക്കാൾ ശ്രദ്ധേയമായത് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായി VS ജോയിയെ നിർദ്ദേശിച്ചതും ആര്യാടൻ ഷൗക്കത്തിനെ പരിഹസിച്ചതുമാണ്. തൃണമൂലിന്റെ കേരള കൺവീനർ എന്ന പുതിയ റോളിലെത്തുന്ന PV അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടോ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. കോൺഗ്രസിലെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, CPIM-ലെ ശ്രീ VPP മുസ്തഫ, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ VPP മുസ്തഫ, തൃണമൂലിൻ്റെ ഭാഗമാണ് ഇനി മുതൽ PV അൻവർ. പക്ഷേ ഈ MLA സ്ഥാനം ഒഴിഞ്ഞുകൊണ്ട് രാജ്യപ്രഖ്യാപനം നടത്തിയ ശേഷം ഉണ്ടായ വാർത്താ സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ CPIM-നെ പ്രതിരോധത്തിലാക്കുന്നതും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതുമായ ചില പരാമർശങ്ങൾ അൻവറുടെ ഭാഗത്തുണ്ടായി. ഒന്ന്, ഈ VD സതീശനെതിരെ 152 കോടി രൂപയുടെ അഴിമതി ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചത് P ശശി പറഞ്ഞിട്ടാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ വെളിപ്പെടുത്തൽ. അന്ന് തന്നെ സഭയിൽ VD സതീശൻ മറുപടി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയും കൂട്ടരും ഇങ്ങനെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ അൻവറിനെ കരുവാക്കുന്നു എന്ന് പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. പിന്നെ രണ്ടാമത്തത്, ADGP-ക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നതുമായ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് CPM-ലെ തന്നെ മുതിർന്ന നേതാക്കളുടെ ഒരു സംഘം ആവശ്യപ്പെട്ടിട്ടാണ്. പേരുകൾ പറഞ്ഞില്ലെങ്കിലും പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഒരു നീക്കമുണ്ടായെന്നും അതിൻ്റെ കോടാലിക്കൈയായി അൻവർ മാറി എന്നുമായിരുന്നു ആ വെളിപ്പെടുത്തൽ. ഇത് രണ്ടും CPIM-നെ അലോസരപ്പെടുത്തുന്നതല്ലേ? സ്വന്തം പാളയത്തിൽ നിന്ന് ശത്രുവായി മറുപാളയത്തിലേക്ക് പോകുന്ന ഒരാൾ നടത്തുന്ന വെളിപ്പെടുത്തലാണെങ്കിൽ പോലും അത് ഒരു വലിയ ചർച്ചയ്ക്ക് വഴിമരുന്നിടുന്നതാണല്ലോ. ഇനി അൻവർ ഞങ്ങളോടൊപ്പം ഇല്ല, അൻവറിൻ്റെ കാര്യം ഞങ്ങൾ പണ്ടേ തള്ളിക്കളഞ്ഞതാണ് എന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടിയോടുകൂടി ഈ പ്രശ്നം ഇല്ലാതാകുമോ? അല്ല, പ്രശ്നമില്ലാതാകില്ല. കാരണം നിങ്ങളിത് കത്തിച്ചുകൊണ്ടിരിക്കുമല്ലോ. അതുകൊണ്ട് അൻവറും ഇപ്പൊ അൻവർ സ്വീകരിക്കാൻ ശ്രമിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയവും നിങ്ങൾ കുറച്ചു പേരും ചേർന്ന് ഇത് കത്തിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ CPM-ന് എന്ത് പ്രശ്നമുണ്ടാകാനാണ്? ഗോപികൃഷ്ണൻ തന്നെ ഇവിടെ ഉപയോഗിച്ച വാക്കുകൾ നോക്കൂ. CPIM-നെ പ്രതിരോധത്തിലാക്കുന്നു, CPIM-നെ വെട്ടിലാക്കുന്നു. ഈ പദങ്ങൾ, ഈ CPM പ്രതിരോധത്തിൽ, CPM വെട്ടിൽ, CPM നേതാക്കൾക്ക് കുരുക്ക് മുറുകുന്നു, ഈ പ്രയോഗങ്ങൾ കഴിഞ്ഞൊരു 5-6 വർഷത്തിനിടയിൽ ഗോപികൃഷ്ണൻ ഇതുപോലുള്ള ചർച്ചകളിൽ എത്ര തവണ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടാകും? എന്നിട്ടിപ്പോൾ CPM-ന്റെ സ്ഥിതി എന്താ? CPM നേതാക്കൾ അങ്ങനെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ കേന്ദ്രക്കാർ വന്നിട്ട് മുറുക്കിയിട്ട് ആ കുരുക്ക് മുറുകിയോ? മുഖ്യമന്ത്രിയെ മാത്രമല്ല, നിരവധി നേതാക്കളെ. എന്താണ് സ്ഥിതി? നിരവധി വിഷയങ്ങൾ എടുത്തിട്ടു. ഏറ്റവും ഒടുവിൽ വാളയാറിലെ 2 പെൺകുട്ടികളുടെ മരണം ഉൾപ്പെടെ വെച്ചിട്ട് CPIM-നെതിരെ ഏതെല്ലാം നിലയിൽ, അത് അവരുടെ അമ്മയെ മുഖ്യമന്ത്രിക്കെതിരെ സ്ഥാനാർത്ഥിയായിട്ട്, അത് ചിഹ്നമായിട്ട് കുട്ടിക്കുപ്പായം, അന്നും CPM-നെ പ്രതിരോധത്തിലാക്കിയില്ലേ? അന്നും CPM വെട്ടിലായില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു ഇപ്പോൾ? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ CPIM-ന് ഒരു പ്രതിരോധത്തിലാകുന്ന പ്രശ്നവുമില്ല, CPM വെട്ടിലാകുന്ന ഒരു വിഷയവുമില്ല. അതോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ കഴിഞ്ഞ വിഷയമാണ് PV അൻവറിൻ്റേത്. പക്ഷെ അങ്ങനെ കഴിയാൻ, അത് തീർന്നു എന്ന് സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറാകില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾക്കിപ്പോൾ PV അൻവർ ആരാ?
ഇവിടെ ഇപ്പോൾ പി വി അൻവറിന്റെ നിലപാടുകളെ കുറിച്ച് താങ്കൾ പറഞ്ഞു. പക്ഷേ ഇതേ പി വി അൻവർ CPIM-ന്റെ ഭാഗത്തായിരുന്നപ്പോൾ താങ്കൾ അവസാനം ഉപസംഹരിച്ചത് അങ്ങനെയാണല്ലോ ഗോപികൃഷ്ണൻ. കുറെ കാലം നിങ്ങളുടെ കൂടെ നിന്നേ ഒരാൾ ഇന്നിപ്പോ ഇങ്ങനെ പറയുമ്പോൾ, പക്ഷെ ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ പി വി അൻവറിനെ കുറിച്ച് 24 ഉൾപ്പെടെ നൽകിയിട്ടുള്ള ഇമേജ് എങ്ങനെയാ? ഇദ്ദേഹം നമ്മുടെ പ്രകൃതി സമ്പത്ത് മുഴുവൻ കൈയടക്കുന്നയാൾ, നമ്മുടെ പൊതുസ്വത്ത് മുഴുവൻ കൈയടക്കുന്നയാൾ, ആഫ്രിക്കയിൽ പോലും പോയിട്ട് ഖനി ബിസിനസ് നടത്തി അങ്ങനെ കച്ചവടവുമായിട്ട് നടക്കുന്നയാൾ, രാഷ്ട്രീയമായിട്ട് യാതൊരു ഉള്ളടക്കവും ഇല്ലാത്തയാൾ. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ ഇതേ പി വി അൻവർ ഇടതുപക്ഷമായിരുന്നപ്പോൾ നൽകിയ ഇമേജ്? അങ്ങനെ ഒരു പി വി അൻവർ അദ്ദേഹത്തിൻ്റെതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷം വിട്ടപ്പോൾ ഇന്ന് നടത്തിയ പ്രസ്താവനകൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണോ? ഞങ്ങൾക്ക് പോകട്ടെ, CPIM പ്രവർത്തകർ വിടും, മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ അല്ല, അദ്ദേഹം CPIM വിട്ടതിന് ശേഷം, ഇടതുപക്ഷം വിട്ടതിന് ശേഷം അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ താങ്കൾക്ക് അതിൽ എന്തെങ്കിലും ഒരു സ്ഥിരതയും അതുപോലെ അതിൽ വിശ്വാസയോഗ്യതയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല ശ്രീ VPP മുസ്തഫ, ഇനി താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ ഓരോന്നോരോന്നായി ഞാൻ മറുപടിയല്ല, ഞാൻ താങ്കൾ ചില ഭാഗങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, പി വി അൻവറിന്റെ നിലപാടുകൾ സംബന്ധിച്ചാണ് താങ്കൾ ചോദിച്ചതെങ്കിൽ ശരിയാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ മുൻപ് കോൺഗ്രസ് ആയിരുന്ന ഒരു കാലത്തും അതിനുശേഷം DIC-യിലേക്ക് പോയപ്പോഴും, അതിനുശേഷം സ്വതന്ത്രനായി നിന്നപ്പോഴും, അതിനുശേഷം ഇടത് സ്വതന്ത്രനായി നിന്നപ്പോഴും, അതിനുശേഷം പിണറായി വിജയന്റെ അടുപ്പക്കാരൻ നിലയിൽ അൻവർ എടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലായാലും നിലപാടുകൾ മാറി മാറി പോവുകയും പിന്നീട് ഈ പിണറായി വിജയനുമായുള്ള ഒരു ഇക്വേഷൻ തെറ്റി അദ്ദേഹത്തിനെതിരെ തന്നെ ആരോപണം ഉന്നയിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് നടത്തിയ പരാമർശങ്ങളിലുമൊക്കെ അൻവറിന്റെ നിലപാടുകളിലെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞു ഈ മാധ്യമങ്ങൾ ഈ പി വി അൻവർ ഇടതുപക്ഷത്തുണ്ടായിരുന്നപ്പോൾ നൽകിയിരുന്ന പ്രതിച്ഛായ എന്താണെന്ന് ചോദിച്ചു. എൻ്റെ ചോദ്യം മറുപടി വളരെ ലളിതമാണ്. അതിനകത്ത് ഉണ്ടായിരുന്നപ്പോൾ പി വി അൻവറിന് നിങ്ങൾ കൊടുത്ത പ്രതിച്ഛായ അതിപ്പോൾ നിങ്ങൾ പി വി അൻവറിന് ചാർത്തി കൊടുക്കുന്നുണ്ടോ? അന്ന് പി വി അൻവറിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ കാണിച്ച ഉത്സാഹം അതിപ്പോൾ നിങ്ങൾക്കുമുണ്ടോ? ഇപ്പോഴും നിങ്ങൾക്കുണ്ടോ? പിന്നെ 152 കോടി രൂപയുടെ അഴിമതി ആരോപണം VD സതീശിനെതിരെ ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ബേസ് എന്താണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ അന്നത്തെ ഇടതുപക്ഷ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ താങ്കൾ പറഞ്ഞത് CPM പ്രതിരോധത്തിലായി, CPM-നെ കുരുക്കുമുറുകുന്നു, CPM-നെ വെട്ടിലാക്കുന്നു എന്നത് അത് നിരന്തരം ഉപയോഗിക്കുന്ന ഈ 5 വർഷക്കാലത്തെക്കുറിച്ചാണ്. ശ്രീ VPP മുസ്തഫ, ഇതിന് തൊട്ടു മുൻപ് സോളാർ കേസ് ചർച്ച ചെയ്ത സമയത്ത് UDF-ന്റെ കുരുക്കുമുറുകുന്നതും മുഖ്യമന്ത്രി പ്രതിരോധത്തിലാക്കുന്നതും ഉമ്മൻചാണ്ടി എവിടെ പോയി എന്ന് ചോദിച്ച ചർച്ചകളിലൊക്കെ സജീവ സാന്നിധ്യമായി നിന്ന് അന്ന് മാധ്യമങ്ങൾക്ക് വേണ്ടി അതിനെ പിന്തുണയ്ക്കുകയും മാധ്യമധർമ്മത്തെക്കുറിച്ച് സംസാരിച്ച നേതാക്കളുടെ കൂട്ടത്തിൽ ശ്രീ VPP മുസ്തഫ താങ്കളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാധ്യമങ്ങൾ പ്രതിപക്ഷത്ത് നിന്നാണ് ഈ കാര്യങ്ങളെ കാണുക എന്ന കാര്യം താങ്കളെപ്പോലെ ഒരു വളരെ സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനെ ഞാൻ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഒരു ടു ആഡ് സ്പൈസ്, അങ്ങനെ വേണമെങ്കിൽ താങ്കൾക്ക് ഇത്തരം ആരോപണങ്ങൾ മാധ്യമങ്ങൾക്കെതിരെ ഉന്നയിക്കുക. ടു ആഡ് സ്പൈസ് ടു ദ ഡിബേറ്റ്, ഒരു എരിവും പുളിയൊക്കെ ഈ ഡിബേറ്റിനെ ചേർക്കാൻ വേണ്ടി വേണമെങ്കിൽ അത്തരം ആരോപണങ്ങൾ ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചോളൂ. പക്ഷേ നമ്മുടെ പ്രശ്നം അതല്ലല്ലോ ശ്രീ VPP മുസ്തഫ. ഞാൻ ചോദിക്കുന്ന വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആൾ, ഞാൻ പറഞ്ഞത് CPM-ഉം അല്ലെങ്കിൽ ഞാനും താങ്കളും തമ്മിലുള്ളൊരു പ്രശ്നമൊന്നും അല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് പി വി അൻവർ ചില കാര്യങ്ങൾ പറയുന്നു. പാർട്ടിക്കകത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തത്. മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ADGP-ക്കെതിരെ അല്ലെങ്കിൽ P ശശിക്കെതിരെ ആ ഒരു നെക്സസ്, അങ്ങനെ ഒരു നെക്സസ് ഉണ്ട്, അത് പൊളിക്കണമെന്ന് പാർട്ടിക്കകത്തെ ചിലർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് താൻ നീങ്ങിയതെന്ന് പി വി അൻവർ പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത CPM-നുണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അതിലാണ് ഞാൻ താങ്കളിൽ നിന്നൊരു മറുപടി പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷം വിട്ട് പുറത്തു പോയപ്പോൾ നിൽക്കക്കള്ളി ഇല്ലാത്ത ഒരാൾ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന പച്ച നുണയും ആ നുണയുടെ പ്രചരണവുമല്ലാതെ മറ്റെന്തുണ്ട് അദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങളിൽ? അതുകൊണ്ടാണ് ഒരു പച്ച നുണ ഒരാൾ പറഞ്ഞാൽ അതൊരു XMLA ആയിപ്പോയി, നേരത്തെ ഇടതുപക്ഷത്തിന്റെ കൂടെ സ്വതന്ത്രനായിട്ടുണ്ടായിരുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അത് വലിയ നിലയിൽ ആഘോഷിക്കപ്പെടുന്നതല്ലേ ഉള്ളൂ. അല്ലാതെ ഗോപികൃഷ്ണന് തന്നെ അറിയാമല്ലോ അദ്ദേഹം പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. വെറുതെ അദ്ദേഹം നിലനിൽപ്പിന് വേണ്ടി പറയുന്ന ഒരു നുണയാണത്, പച്ച കള്ളമാണ്. താങ്കൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം നേരത്തെ ചില ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴുള്ള പ്രശ്നങ്ങളിൽ എന്തായിരുന്നു CPIM ഇടതുപക്ഷം സ്വീകരിച്ച നിലപാട്? ഞാൻ ഗോപികൃഷ്ണനോട് ആവർത്തിച്ച് ചോദിക്കുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച 150 കോടി രൂപയുടെ അഴിമതിയുടെ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചതിന്റെ രേഖകളുണ്ടല്ലോ. അവിടെ അദ്ദേഹത്തെ കൂടാതെ ഞങ്ങൾക്ക് വേറെയും 1098 MLA-മാരുണ്ടല്ലോ.
ആ 98 MLA-മാർ ആരെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ PV അൻവർ VD സതീശനെതിരെ ഉന്നയിച്ച ഈ ആരോപണം ആവർത്തിച്ചതായിട്ട് താങ്കൾക്ക് കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ തന്നെ എത്രയോ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ, കോൺഗ്രസിന് വിമർശിക്കുന്ന ചർച്ചകളിൽ. എപ്പോഴെങ്കിലും ഇടതുപക്ഷ പ്രതിനിധികൾ താങ്കളുടെ ഫ്ലോറിൽ അൻവറിനെ ഉദ്ധരിച്ചിട്ട് ഈ 150 കോടിയുടെ ആരോപണം VD സതീശനെ വിമർശിക്കേണ്ട പല സന്ദർഭങ്ങളിലും ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്, ഇവിടെ താങ്കളുടെ ഫ്ലോറിൽ ഉൾപ്പെടെ. പക്ഷെ എപ്പോഴെങ്കിലും ഈ കാര്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷം ഉന്നയിച്ചിട്ടുണ്ടോ? അൻവർ ഉന്നയിക്കുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ആരോപണമാണിതെങ്കിൽ, CPIM അതിൻ്റെ നേതൃത്വം അറിഞ്ഞ് ഉന്നയിച്ച ഒരു ആരോപണമാണിതെങ്കിൽ, ഞങ്ങളെല്ലാം അത് പലയിടത്തും ഉപയോഗിക്കണ്ടേ, പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കണ്ടേ? ജ്യോതി ചാമക്കാലയും ഞാനും എത്രയോ സന്ദർഭങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കേണ്ട ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ജ്യോതികുമാറിനോട് ചോദിക്കുന്നു, എപ്പോഴെങ്കിലും ഈ മറ്റു പല കാര്യങ്ങളും ഞങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഈ 150 കോടി രൂപയുടെ അഴിമതിയുടെ കാര്യം ഞങ്ങൾ എപ്പോഴെങ്കിലും ഉദ്ധരിച്ചിട്ടുണ്ടോ? അപ്പം ഞങ്ങൾ ആരും ഉദ്ധരിക്കാത്ത, ഞങ്ങൾ ഒരിക്കലും ആവർത്തിച്ചിട്ടില്ലാത്ത ഒരു കാര്യം എടുത്തു വെച്ചിട്ട് ഇന്ന് PV അൻവർ ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ കഴിഞ്ഞ 5-6 വർഷമായി നിലനിൽക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അതിങ്ങനെ തീരാത്ത വിഷയമായിട്ട് നിൽക്കും. മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അല്ല, സത്യത്തിൽ ആ ഭാഗം ഇന്ന് PV അൻവർ പറഞ്ഞത് ശ്രീ VPP മുസ്തഫ VD സതീശന് മാപ്പ് പറയാൻ വേണ്ടിയുള്ളൊരു സന്ദർഭം എന്ന നിലയിലാണ്. അതിന് അദ്ദേഹത്തിന് ചില അത് രാഷ്ട്രീയ അടവിന്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. കാരണം UDF-ലേക്ക് അതിനൊപ്പം നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഒക്കെ ഭാഗമായി നിൽക്കാൻ വേണ്ടി നടത്തുന്ന നീക്കങ്ങളിൽ ഒരു തടസ്സം, ഒരു എതിർപ്പ് VD സതീശനിൽ നിന്നുണ്ടായ ഘട്ടത്തിൽ അതിനെ മറികടക്കാൻ വേണ്ടി പറഞ്ഞതാകാം. പക്ഷെ ഞാൻ പറഞ്ഞത് ആ കാര്യമല്ല. ADGP-ക്കെതിരെ, അതായത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളിൽ PV അൻവർ പറയുന്നു, സ്വന്തം ബോധ്യത്തെക്കാൾ അത് പാർട്ടിക്കകത്ത് തന്നെ ചില മുതിർന്ന നേതാക്കളുടെ താല്പര്യം കൊണ്ടുകൂടിയാണ് താൻ അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകൾ, അതിനെ തുടർന്ന് ADGP-ക്കെതിരെ സ്വീകരിക്കേണ്ടി വന്ന ഒരു നിലപാട്, മുഖ്യമന്ത്രി അദ്ദേഹം നേരിട്ട് കേൾക്കേണ്ടി വന്ന പഴികൾ, അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ ചർച്ചകൾ, ഇതൊക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനൊക്കെ പിന്നിൽ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്തു എന്നല്ലേ ഇന്ന് PV അൻവർ പറഞ്ഞത്? അതിനൊരു ഗുരുതര സ്വഭാവമുണ്ടല്ലോ. താങ്കൾ എന്നോട് 2 ചോദ്യം തന്നെയാണ് ഉന്നയിച്ചത്. ഒന്ന്, PV അൻവറിന്റെ VD സതീശനെതിരായ ഈ ആരോപണം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുത്തതാണ്, അതിന്റെ വിശദീകരണം പറഞ്ഞപ്പോൾ അത് PV അൻവറിന്റെ ഒരു അടവുപരമായ തന്ത്രമായിട്ടും, എന്നാൽ രണ്ടാമത്തെ വിഷയമാണ് ഗുരുതരം. ഏത്? CPIM-ന്റെ ചില നേതാക്കൾ ഞങ്ങൾക്കെന്തോ പാർട്ടി വേദികളിൽ പറയാൻ പറ്റാത്തത് കൊണ്ട്, CPIM-ന്റെ നേതാക്കൾക്ക് പാർട്ടി വേദികളിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് ഒരു കരവാളായിട്ട് അല്ലെങ്കിൽ ഒരു ഉടവാളായിട്ട് PV അൻവറിനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ പരം പുതിയ തമാശ ഇനി ഏപ്രിൽ 1-നേ വരുള്ളൂ. 2025 പറന്നതല്ലേ ഉള്ളൂ. PV അൻവറിൽ നിന്ന് ഇങ്ങനെ ഒരു തമാശ ഇനി ഏപ്രിൽ 1-ന് നമുക്ക് കേൾക്കാം. എൻ്റെ ഗോപീഷം, മറ്റേത് വീണ് പോയപ്പോൾ പിന്നെ ഇതിൽ കിടന്നിട്ട് ഇതെന്തോ മഹാഗുരുതരമായ സംഗതിയല്ലേ എന്ന് ചോദിക്കുന്നതിൽ CPIM-ന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചും അതിൻ്റെ നേതാക്കളെക്കുറിച്ചും ബോധ്യമുള്ള ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? ഏത് CPIM നേതാവാണ് അൻവറിനെ പോലെ ഒരാളെ ഇത്തരം ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക? നിങ്ങൾ പറ. താങ്കൾ തന്നെ അൻവറിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് തുടങ്ങി DIC-യിലൂടെ ഇടതുപക്ഷത്തെത്തി, ഇടതുപക്ഷം വിട്ടതിന് ശേഷം പിന്നെ ഈ 3 മാസം കൊണ്ട് ഇനി ഇന്ത്യയിൽ ഏത് പാർട്ടിക്കാരെ അദ്ദേഹം ബന്ധപ്പെടാൻ ബാക്കിയുള്ളത്? ഏറ്റവും ഒടുവിൽ ചെന്നെത്തി നിൽക്കുന്നതാണ് വെസ്റ്റ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിൽ. അപ്പൊ അങ്ങനെ ഒരാൾ ഈ 3-4 മാസമായില്ല അദ്ദേഹം ഈ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട്, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ, പാർട്ടിക്കെതിരെ, പാർട്ടി നേതാക്കൾക്കെതിരെ. ചേലക്കരയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥാനാർത്ഥി, അതിനുവേണ്ടി എത്ര യോഗങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചു. അവിടെയും പറഞ്ഞതെന്താ? ഇത് പിണറായിക്ക് കൊടുക്കുന്ന ഷോക്ക്, പിണറായിസത്തെ ഞാനിതാ ഇവിടെ അവസാനിപ്പിക്കുമെന്ന്. അതെ, ഞാൻ ആ ഭാഗത്തേക്ക് വരാം. പിണറായിസത്തെ താഴെ ഇറക്കുക മാത്രമാണ് തന്റെ ഏക അജണ്ട എന്ന് PV അൻവർ ഇന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്ന നിലയിലാണ് ശ്രീ VPP മുസ്തഫ മറ്റ് 2 വിഷയങ്ങളിലേക്ക് ഞാൻ താങ്കളുടെ ശ്രദ്ധ ക്ഷണിച്ചത്. ഞാൻ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് പോവുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ PV അൻവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം ചേരണം, എന്ത് പ്രത്യയശാസ്ത്ര നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ അൻവറിനുണ്ടായ ആശയക്കുഴപ്പം ഏതാണ്ട് വളരെ പബ്ലിക്കായി പൊതുജനങ്ങൾക്കെല്ലാം അറിയാം. കാരണം DMK-യുടെ പേര് പറഞ്ഞു,
പിന്നീട് തൃണമൂലുമായി ചർച്ച നടത്തി, സമാജ്വാദി പാർട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ജയിലിൽ പോയി തിരിച്ചു വരുമ്പോൾ UDF-നൊപ്പമാണെന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം തൃണമൂലിൻ്റെ ഭാഗമായി. ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിന്ന് വീണ്ടും കേരളത്തിൽ UDF-ന്റെ ഭാഗമാകാൻ കഴിയും എന്ന പ്രതീക്ഷ ഒക്കെ അദ്ദേഹം വെച്ചു പുലർത്തുകയാണ്. 2 ക്ഷമാപണമാണ് ഇന്ന് അദ്ദേഹം നടത്തിയത്. ഒന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിലും, ഒന്ന് VD സതീശനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിലും. PV അൻവർ UDF-നൊപ്പം നിൽക്കേണ്ട ഒരാളാണ് എന്ന് ഒരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ പരിഗണിക്കാവുന്ന ഒരാളാണ്, അത്തരം ഒരു ക്രെഡൻഷ്യൽ PV അൻവറിനുണ്ട് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അൻവറിന് ഈ UDF-നുമായി ചേർന്ന് നിൽക്കുന്നതിനുള്ള ഒരു തടസ്സം ഈ 150 കോടി രൂപയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ക്ഷമ ചോദിച്ചതോടുകൂടി, പ്രതിപക്ഷ നേതാവ് ആ ക്ഷമ അംഗീകരിച്ചതോടുകൂടി മാറിക്കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് അൻവറിൻ്റെ പ്രവേശനത്തിനുള്ള വാതിൽ അടച്ചിട്ടുമില്ല, എന്നാൽ തുറന്നിട്ടുമില്ല എന്നാണ്. അൻവറിനെ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ? ഭീഷൺ, ഇവിടെ നമ്മുടെ മുമ്പിൽ എന്താണ് പ്രശ്നം? ഇവിടെ ശ്രീ PV അൻവർ അദ്ദേഹം പുതുതായിട്ടുണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, ഇന്ന് അദ്ദേഹം രാജി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും രാജിക്കത്ത് നൽകുകയും ചെയ്തിരിക്കുന്നു. രണ്ടാമത്തേത്, അദ്ദേഹം വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് അദ്ദേഹം അസന്ദിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തേത്, അദ്ദേഹം UDF-ന് അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. നാലാമത്തേത്, അദ്ദേഹം ശ്രീ VD സതീശനെതിരെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണമാണ് എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞിരിക്കുന്നു. അഞ്ചാമത്തേത്, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കൂടി പറഞ്ഞിരിക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞിട്ടുള്ളത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ക്ഷമ പറയുന്നു. അപ്പോൾ ആ രീതിയിൽ ജ്യോതികുമാർ ചാമക്കാല, ഒരു 2 കാര്യങ്ങൾ താങ്കൾ വിട്ടുപോയി. അതായത് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി UDF-ന്റേതാരാകണമെന്നൊരു നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നു. VS ജോയ്, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു സംഭവം. പിന്നെ മറ്റൊന്ന്, ആര്യാടൻ ഷൗക്കത്തിന് അദ്ദേഹം, അതായത് ഒരു സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടായിരുന്ന ആര്യാടൻ ഷൗക്കത്തിന് അദ്ദേഹം കണക്കറ്റ് പരിഹസിക്കുക കൂടി ചെയ്തു. ഞാൻ വിട്ടുപോയതല്ല, ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് അത് കടക്കുകയായിരുന്നു. താങ്കൾ അതിൽ കയറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ടെന്നേ. അപ്പോൾ നിലമ്പൂരിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് റിക്വസ്റ്റ് ഡിമാൻഡ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു റിക്വസ്റ്റും ഡിമാൻഡോടെ ചേർത്ത് കാണുന്നത്. ഏതായാലും റിക്വസ്റ്റ് ഡിമാൻഡ് അദ്ദേഹം UDF-ന്റെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ശ്രീ ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട ചില കമൻസ് നടത്തുന്നു. ആര്യാടൻ ഷൗക്കത്ത് തിരിച്ചും അതിന് മറുപടിയും പറയുന്നു. ഇത്രയുമാണല്ലോ ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് പരമപ്രധാനമായ മറ്റു ചില കാര്യങ്ങൾ ഇവിടെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം ഇന്ന് പറഞ്ഞ ഏറ്റവും പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റായി ഞാൻ കണക്കാക്കുന്നത്, അദ്ദേഹത്തെ കൊണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കിങ്കരന്മാർ, അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ADGP ആയിരുന്ന ശ്രീ എം ആർ അജിത് കുമാർ ഉൾപ്പെടെ ഉള്ളവർക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ തൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി മാത്രമല്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് അത് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടണമെന്ന് CPM-ലെ മുതിർന്ന നേതാക്കന്മാർക്ക് താല്പര്യമുണ്ടായിരുന്നു. അവരുടെ താല്പര്യപ്രകാരമാണ് ഞാൻ അത്തരത്തിൽ പരസ്യമായി ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ രാജി പ്രധാനമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലതും പ്രാധാന്യമുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇൻറ്റേണൽ ഫൈറ്റിൻ്റെ ഭാഗമായി CPM-ലെ ഇത്തരത്തിലുള്ള കോക്കസിനെതിരായി രംഗത്ത് വരാൻ തയ്യാറല്ലാതിരുന്ന മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യുകയും അതൊരു വിവാദമായി മുഖ്യമന്ത്രി ഈ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അവരെ ഈ മുഖ്യമന്ത്രി പ്രൊട്ടക്ട് ചെയ്യുന്നു കണ്ടപ്പോൾ അൻവറിനെ മോട്ടിവേറ്റ് ചെയ്ത, അൻവറിന്റെ പിന്നിൽ നിന്ന് കളിച്ച നേതാക്കന്മാർ ഫോൺ പോലും എടുക്കാതെ അൻവറെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതല്ലേ ഇതിനകത്ത് ഏറ്റവും പരമപ്രധാനമായ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് VPP മുസ്തഫയെ പോലുള്ളവരൊക്കെ കഴിഞ്ഞ 3 മാസം കൊണ്ട് മാത്രം ഈ അൻവറിന്റെ നിലപാടുകൾ മാറ്റത്തെ തള്ളിപ്പറയുന്നതും അൻവറിനെ അങ്ങ് തള്ളിപ്പറയുന്നതും. അതിന് അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യം മാത്രം ഞാൻ എടുക്കട്ടെ. ഞങ്ങൾക്ക് 98 MLA-മാരുണ്ട് അൻവർ കൂടാതെ, എന്നിട്ടും ഞങ്ങൾ എന്തുകൊണ്ട് PV അൻവർ പറഞ്ഞതിനെ ഞങ്ങൾ ഓൺ ചെയ്തില്ല എന്ന ചോദ്യം. ശ്രീ VPP മുസ്തഫ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെതിരായി 150 കോടി രൂപയുടെ ആരോപണം ഉന്നയിക്കുന്നത് നിയമസഭയിലാണ്. ആ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതില്ല എന്ന് ഒരു സ്റ്റാൻഡ് എടുത്തയാളാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോഴും ഔദ്യോഗികമായും ആ സഭയുടെ നാഥൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്തോ? ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞോ? അതിനുശേഷം എപ്പോഴെങ്കിലും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ LDF-ന്റെ അന്നത്തെ കൺവീനർ EP ജയരാജനോ അതിനുശേഷം വന്ന TP രാമകൃഷ്ണനോ ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്നത് വരെ എപ്പോഴെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അത് പറയാത്രത്തോളം കാലം LDF-ന്റെ MLA ആയി, ഇടതുപക്ഷ സ്വതന്ത്രനായി, ഇടതുപക്ഷത്തിന്റെ പാർലമെന്ററി പാർട്ടി അംഗമായിരിക്കുന്ന PV അൻവർ പറഞ്ഞതിനെ നിങ്ങൾ
ഡിസോൺ ചെയ്തില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോഴും പൊതുസമൂഹത്തിലുണ്ട്. ഞങ്ങൾ പിന്നീട് ഏറ്റു പറഞ്ഞില്ലല്ലോ എന്ന് മാത്രമാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ആ വാർത്ത വന്നപ്പോൾ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൻ്റെ ചർച്ചയും മാധ്യമങ്ങളുടെ അതിൻ്റെ നിരീക്ഷണവും ഒക്കെ കണ്ടപ്പോൾ ഇത് ക്ലച്ച് പിടിക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, ഇതിനൊരു അടിസ്ഥാനവുമില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങൾ സൈലൻ്റായി എന്നല്ലാതെ നിങ്ങളത് പിൻവലിച്ചിട്ടില്ല. ഈ നിമിഷം വരെ പിൻവലിച്ചിട്ടില്ല. നിങ്ങളുടെ മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടില്ല, പാർട്ടി സെക്രട്ടറി നടത്തിയിട്ടില്ല, LDF കൺവീനർ നടത്തിയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴും അത് നിയമസഭാ രേഖകളിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമായി കണക്കാക്കുന്നേയില്ല. ആർക്കെതിരെയാണോ ആരോപണം വന്നിട്ടുള്ളത് ആ ആൾ തന്നെ, ശ്രീ VD സതീശൻ തന്നെ ആ ആരോപണം ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഒരു പാഠമായി നിയമസഭാ രേഖകൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഞാൻ ചിരിക്കണോ കരയണോ എന്നാണ് അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചത്. അപ്പോഴെങ്കിലും മുഖ്യമന്ത്രിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർലമെന്ററി പാർട്ടി, നിങ്ങൾ നിയമസഭയിൽ പറയണ്ട പോട്ടെ, പാർലമെന്ററി പാർട്ടി വിളിച്ചു ചേർത്തപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണം, അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൻ്റെ നേതാവാണല്ലോ ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പുറത്തു വരണമല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ അതിനെ ഇപ്പോഴും ഡിസോൺ ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ്. ഇനി താങ്കൾ ചോദിച്ച അടുത്ത ചോദ്യം, എന്നോട് ചോദിച്ചത് ശ്രീ PV അൻവറിന് ഈ UDFിലേക്ക് കടന്നു വരാനുള്ള ക്രെഡൻഷ്യൽസ് എല്ലാം ആയിട്ടുണ്ടോ എന്നാണ് ഒരു ചോദ്യം. രണ്ടാമത്തേത്, അദ്ദേഹം ക്ഷമ പറഞ്ഞതോടുകൂടി ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചോ എന്നാണ്. PV അൻവറിന് UDFിലേക്ക് കടന്നു വരാനുള്ള ക്രെഡൻഷ്യൽസ് ആയിട്ടുണ്ടോ എന്ന് 7:30 മണിക്ക് നടക്കുന്ന ചർച്ചയിൽ 24 ന്യൂസിൽ വന്നിരുന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഞാൻ താങ്കളോട് പറഞ്ഞല്ല പരിഹരിക്കപ്പെടേണ്ടത്. ഒരാൾ UDFിലേക്ക് കടന്നു വരണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കക്ഷി, ഒരു പാർട്ടി UDFിലേക്ക് കടന്നു വരണമെങ്കിൽ അത് UDFിന്റെ കക്ഷികൾ എല്ലാവരും ചർച്ച ചെയ്യണം. UDF നേതൃയോഗത്തിൽ ചർച്ച ചെയ്യപ്പെടണം, UDFിന്റെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ഓരോ പാർട്ടികളും അതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയണം. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പാർട്ടിയെയോ ഒരു വ്യക്തിയെയോ UDFിന്റെ ഭാഗമാക്കണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും UDFിന്റെ ചെയർമാനും കൂടിയായ പ്രതിപക്ഷ നേതാവും അതുപോലെ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടിയും മുതിർന്ന നേതാക്കന്മാർ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ശ്രീ K മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരുമെല്ലാം അഭിപ്രായം പറഞ്ഞു ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് UDFിലാണ്. അദ്ദേഹം എടുത്തുള്ള നിലപാടുകളെ സംബന്ധിച്ച് ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് UDFിലാണ്. പക്ഷേ ഞങ്ങൾക്കെതിരായി അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളും അതിൻ്റെയൊക്കെ നിജസ്ഥിതിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് പൊതുസമൂഹത്തിന് നേരത്തെ ബോധ്യമുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കൾ പറഞ്ഞതുപോലെ UDFിന്റെ ഭാഗമാകണമോ അൻവർ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഈ 7:30 ചർച്ചയിൽ താങ്കൾക്ക് പറയാൻ പറ്റില്ല എന്നത് എനിക്ക് ക്വയറ്റ് അണ്ടർസ്റ്റാൻഡബിൾ, സാമാന്യ യുക്തിയാണ്. പക്ഷെ ഞാൻ ചോദിച്ചത് ആ അർത്ഥത്തിലല്ല. ഞാൻ ചോദിച്ചത് അൻവറുമായി കഴിഞ്ഞ ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ സഹകരണം സംബന്ധിച്ച്, ചേലക്കരയിലെ ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പ് വേളയിലെ സഹകരണം സംബന്ധിച്ച് പാർട്ടിക്കകത്തുണ്ടായിരുന്ന 2 അഭിപ്രായങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതായത് KPCC അധ്യക്ഷൻ K സുധാകരന് ഇത്തരം ഈ ഒരു ഘട്ടത്തിൽ അൻവറിന്റെ സഹായം സ്വീകരിക്കാമെന്ന അഭിപ്രായം, VD സതീശന് എതിർപ്പുമായിരുന്നല്ലോ. ആ ഒരു സാഹചര്യം, അതായത് UDF ഒന്നും നമ്മൾ പോണ്ട, കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ഈ അഭിപ്രായ ഭിന്നത അത് മാറി സ്വീകരിക്കാൻ പാകത്തിലുള്ള ഒരു ക്രെഡൻഷ്യൽ, ഒരു സംശുദ്ധി PV അൻവറിന് കൈവന്നു എന്നാണ്. പിന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിനിടയിൽ താങ്കളോട് ചോദിച്ചിരുന്നു, അൻവറിനെ കൊണ്ട് UDFിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന്. അതിലൊരു മറുപടി എന്താവും താങ്കളുടെ എന്നറിയാനാണ് ഞാൻ ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നത്. അൻവറിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അൻവറിൻ്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെടേണ്ടത്, ചർച്ച ചെയ്യപ്പെടേണ്ടത്. അൻവറിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും അൻവർ UDF ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടും അൻവർ സ്വാഭാവികമായിട്ടും ഇന്ന് താങ്കൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, ഈ വരാൻ പോകുന്ന എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് സംജാതമാകുന്നു എന്ന കാര്യത്തിൽ താങ്കൾക്ക് തർക്കമില്ലല്ലോ. ആ ഉപതെരഞ്ഞെടുപ്പിൽ UDFിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അൻവർ. ആ പിന്തുണയെ UDFിൻ്റെ മുഴുവൻ നേതാക്കന്മാരും ആ പിന്തുണയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, അവിടെ എത്തി നിൽക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ UDFിൻ്റെ വാതിലുകൾ അടച്ചിടുകയോ തുറന്നിടുകയോ ചെയ്തിട്ടില്ല. അതിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ പോലും, താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ കോൺഗ്രസിൽ പോലും ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കോൺഗ്രസിൽ ചർച്ച ചെയ്യും. കോൺഗ്രസിൻ്റെ അഭിപ്രായം UDFിൽ പറയേണ്ടതുണ്ട്. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെ RSPയുടെ ഉൾപ്പെടെ കേരള കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ എല്ലാ കക്ഷികളും അവരവരുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ, വ്യക്തിപരമെന്ന് ഞാൻ ഉദ്ദേശിച്ച ആ പാർട്ടികളുടെ, UDFിലെ ഘടകകക്ഷികളായ ഓരോ പാർട്ടികളുടെയും അഭിപ്രായം UDFിൻ്റെ യോഗത്തിൽ പറയണം. സ്വാഭാവികമായും അവിടെ തുറന്ന ചർച്ച നടക്കും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അൻവർ ഈ അടുത്ത സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞത് മുതൽ അതിനു മുമ്പ് അൻവർ UDFിനെതിരായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ട്
അതിലൊരു കൺക്ലൂഷനിലേക്ക് എത്തും. ശരി ശരി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. അഡ്വക്കേറ്റ് ഉമേഷ് ബാബു BJP പ്രതിനിധിയും ശ്രീ CR നീലകണ്ഠനും നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ അവരിലേക്ക് കൂടി പോകണം. ഞാൻ താങ്കളിലേക്ക് രണ്ടാം റൗണ്ടിൽ തിരികെ വരും. ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. PV അൻവർ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ അൻവറിന്റെ പുതിയ അടവുകളായി ഇത് നമ്മൾ കാണേണ്ടതുണ്ടോ? UDF-ലേക്ക് അൻവർ ഒപ്പം ചേരാൻ പോകുന്നതിന്റെ സൂചനകളായി ഇതിനെ കാണുമോ? UDF-ന് അൻവറിനെ കൊണ്ട് പ്രയോജനം എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ അൻവറിന്റെ പുതിയ നീക്കങ്ങളുടെ വിവിധ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇന്ന് നമ്മൾ എൻകൗണ്ടർ പ്രൈമിൽ പരിശോധിക്കുന്നത്. അൻവറിന്റെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ എന്ത് ചലനം ഉണ്ടാക്കും എന്നത് കൂടിയാണ് എൻകൗണ്ടർ പ്രൈം എന്ന് പരിശോധിക്കുന്നത്. BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഉമേഷ് ബാബു നമ്മളോടൊപ്പം ഉണ്ട്. ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠനും ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം തുടരുന്നു. അഡ്വക്കേറ്റ് ഉമേഷ് ബാബു, ഉല്ലാസ് ബാബു, തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ കൺവീനർ എന്ന പുതിയ പദവിയാണ് PV അൻവറിന് ഇവിടെ ഉള്ളത്. അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ BJP-യെ സംബന്ധിച്ച് എന്തെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? ഇത് ഇന്ന് കേരളം ചർച്ച ചെയ്യേണ്ടി വരുന്നത് തന്നെ ഏറ്റവും വലിയ കോമഡിയല്ലേ ഗോപികൃഷ്ണ. ഒരു 3 കിളിക്കൂട് വെച്ചിട്ട് ഒരു രാഷ്ട്രീയ കോമാളിത്തരം. ആദ്യം കോൺഗ്രസ്, പിന്നെ DIC, പിന്നെ CPM, അതിന് മുന്നേ സ്വതന്ത്രൻ, അത് കഴിഞ്ഞ് DMK, പിന്നെ TMC. ആദ്യം അങ്ങോട്ട് ചാടി, പിന്നെ ഇങ്ങോട്ട് ചാടി നോക്കി. പിന്നെ എന്താണ് ഇപ്പോൾ മാധ്യമത്തിൽ ഇന്ന് വേറെ ഇവൻറ്റും വേറെ കണ്ടൻറ്റും ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് അടിച്ചു തൂങ്ങുന്നു എന്നല്ലാതെ സ്വാഭാവികമായിട്ട് ഇതിൽ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഇല്ല. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മാപ്പേ 2 ലോഡ് മാപ്പും കൊണ്ടാണ് നടക്കുന്നത്. ഒരു ശിഖരത്തിൽ നിന്ന് ആ ശിഖരത്തിലേക്കും ആ ശിഖരത്തിൽ നിന്ന് മറ്റേ ശിഖരത്തിലേക്കും ചാടി കളിക്കുന്ന ഒരു രാഷ്ട്രീയ കോമാളിത്തരം എന്നല്ലാതെ ഇതിനൊന്നും വിളിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. ഇപ്പം പറയുന്നു 3.5 കോടി ജനങ്ങളോട് മാപ്പ്. അപ്പോൾ VD സതീശൻ്റെ എതിരെ ഉന്നയിച്ച ആരോപണം എന്ന് പറയപ്പെടുന്നത് നിയമസഭയിൽ ഉന്നയിച്ച ആരോപണമാണ്. അപ്പോൾ ഒരു MLA എന്ന സ്ഥിതിയിൽ നിയമസഭയിൽ ഈ തട്ടിപ്പും പൊട്ടിപ്പും ഇയാൾ വിളിച്ചു പറയേണ്ടെന്ന് പറഞ്ഞാൽ ഇയാൾ എത്രത്തോളം വലിയ നുണയാണ് കേരള ജനതയോട് പറഞ്ഞതെന്ന് നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരില്ലേ? അങ്ങനെയാണെങ്കിൽ നിയമ നടപടി എടുക്കേണ്ടി വരില്ലേ? സ്വാഭാവികമായിട്ട് അത് കഴിഞ്ഞ് പറഞ്ഞു ശശീന്ദ്രനെതിരെ, പിന്നെ സുജിത് ബാബു, പിന്നെ അജിത് കുമാർ, പിന്നെ ശശി, ഇങ്ങനെ പോവാണ് ഓരോ സമയത്ത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം രാജിവെച്ചത് വേറെ ഒരു നിയമ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ പറയുന്നത് വന്യജീവികളുടെ ആക്രമണം ഭയന്നിട്ടുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാജിവെക്കുന്നു. ഇനി TMC-യിലേക്ക് ഒരു കണ്ടൻറ്റും ഇല്ലെന്ന്, ഒരു വാല്യൂ ഇല്ലെന്ന്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ വലിയ വിഷയമാണ്. അൻവർ ഇനി TMC-യിൽ പോയാലെന്ത്, ഇനി നാളെ വേറെ ഏതെങ്കിലും ആൽഫബറ്റിൽ പോയാലെന്ത്, അതൊന്നും ഇതിനകത്തൊരു വിഷയമല്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് സാമൂഹിക പ്രശ്നമോ ഇത് വലിയ വിഷയമോ ദാരിദ്ര്യം നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമൊന്നല്ലല്ലോ അൻവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സാമൂഹിക പ്രശ്നം എന്ന നിലയിലല്ലേ ഈ വന്യജീവി ആക്രമണ വിഷയം, വന നിയമ ഭേദഗതിയൊക്കെ അൻവർ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്? അതൊന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല എന്നാണല്ലേ ശ്രീ ഉല്ലാസ് ബാബു താങ്കൾ പറയുന്നത്? എൻ്റെ ഗോപികൃഷ്ണ, ഞാനെന്നല്ല ഗോപികൃഷ്ണനും പറയില്ല അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. ഒരു സ്ഥിരത വേണ്ടപ്പ. ഇപ്പം പറയുന്നതല്ലേ ഈ വിഷയം ഇതിന് മുൻപ് ഉണ്ടായിരുന്നല്ലോ. എത്ര കാലമായിട്ടുണ്ടായിരുന്നു? ഇദ്ദേഹം ഈ വിഷയമായിരുന്നു പറഞ്ഞിരുന്നത്. ഇദ്ദേഹം പറഞ്ഞ വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങൾ, ഞങ്ങൾ ഇന്നെന്തെങ്കിലും പറയുന്നതാണ്. ഇന്നലെ നിങ്ങളുടെ മാധ്യമങ്ങളെക്കുറിച്ച് ആയിരുന്നല്ലോ വലിയ വിഷയം ഉണ്ടായിരുന്നത് ആദ്യം. ആ മാധ്യമങ്ങൾക്ക് ശേഷമായിരുന്നല്ലോ പിന്നെ പുതിയ ചർച്ചയുമായി വന്നത്. നിങ്ങളുടെ മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുക്കുന്നില്ലേ? അപ്പോൾ ഓരോ ദിവസം ഓരോ വിഷയവുമായിട്ട് വരുന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സ്ഥിരതയൊന്നുമില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ആവശ്യം ഇതാണെന്ന് തോന്നുമ്പോൾ ഈ രാജിവെക്കുന്ന സമയത്ത് ഒരു ഹൈപ്പ് കിട്ടണം. ജയിലിലേക്ക് പോകുന്നതിനൊരു ഹൈപ്പ്, അതിനൊരു വാർത്താ പ്രാധാന്യം, ജയിലിൽ നിന്ന് തിരിച്ചു വരുന്നതിനൊരു വാർത്താ പ്രാധാന്യം, ഈ ശിഖരത്തിൽ നിന്ന് ആ ശിഖരത്തിലേക്ക് പോകുന്നതിന് വാർത്താ പ്രാധാന്യം. ഇപ്പോൾ പറയുന്ന CPM-നുള്ളിൽ കുറേ നേതാക്കന്മാർ അദ്ദേഹത്തെ പിണറായി സത്തിനെതിരെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുണ്ടായിരുന്നു, അവർ വഴിയിൽ വെച്ച് എന്നെ കളഞ്ഞുപോയി. ആ നേതാക്കന്മാരാരാണെന്ന് പറയാനുള്ള നട്ടല് കാണിക്കേണ്ട. അപ്പോൾ അതെൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ ചെയ്ത പ്രവർത്തികളൊക്കെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് മാപ്പേ എന്ന് പറയപ്പെടുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇതൊക്കെ നിങ്ങൾ മാധ്യമങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതൊരു ചലനം ഉണ്ടാക്കുന്നു. ഒരു ചലനം ഉണ്ടാക്കില്ല എന്ന്. ഇതിൽ ചലനവുമില്ല, ഒന്നുമില്ല. പിന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ ആധികാരികതയും ആ വിഷയത്തിൽ ഇദ്ദേഹത്തിനുള്ള എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അതൊന്നുമില്ല അതിനകത്ത് വിഷയം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സീറ്റ് എവിടെയാണോ കൃത്യമായി ഉറപ്പിക്കാൻ നോക്കുന്നത് അതിനുവേണ്ടി ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് മൂപ്പര്. ഇന്ത്യ മഹാരാജ് മൊത്തം മൂടി നോക്കി. UDF-ൻ്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ അവർ
പറഞ്ഞു. അവരുടെ ഉത്തരം ഭയങ്കര രസം, രാഷ്ട്രീയത്തിൽ നല്ലൊരു ഉത്തരമാണ്. വാതിൽ തുറന്നിട്ടും അടച്ചിട്ടുമില്ല, ഞങ്ങൾ തുറന്നിട്ടുമില്ല. ആ പ്രത്യേക വാതിലിൻ്റെ നിൽപ്പ് എങ്ങനെയാണെന്ന് UDF പറഞ്ഞാൽ കൊള്ളാം. അപ്പോൾ അങ്ങനെ UDF അവിടെ നിർത്തി. അപ്പോൾ അത് വേലിക്ക് പുറത്ത് കിടന്ന് കുറേ ഓടിയ സമയത്ത് മമതാ ബാനർജി ഒരു കയറിട്ട് കൊടുത്തു. അപ്പോൾ അത് നമുക്ക് ഓടി വെച്ച് കയറി ആ കേരള കോർഡിനേറ്റർ ആകാൻ പറഞ്ഞു. അപ്പോൾ കേരള കോർഡിനേറ്ററായി. ഇനി കേരള കോർഡിനേറ്ററോ എല്ലാ കോർഡിനേറ്റർ ആയാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അദ്ദേഹം ഇനി ആര്യാടൻ ഷൗക്കത്ത് അവിടെ നെഞ്ചുവേദനയായിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് നേരെ ഒരു സ്ഥാനാർത്ഥിയെ ഡിമാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ശരിയാണ്, ജ്യോതികുമാർജി പറഞ്ഞ പോലെ റെസ്പെക്ട്ഫുൾ ഡിമാൻഡ്. ഇനി ഇദ്ദേഹം ഡിമാൻഡ് വെച്ചാൽ ഇനിയിപ്പോൾ നാളെ VD സതീശനോ കെ സുധാകരനോ പറയുകയാണ് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ വാർത്തയായി. അന്ന് ചർച്ച ചെയ്യാം. അൻവറിനെ തള്ളി സതീശൻ, അൻവറിനെ തള്ളി UDF, നാളെ ഒരു പുതിയ ചർച്ചയുണ്ടാക്കാം. ഇതൊന്നുമല്ലെന്ന് കേരളത്തിലെ എന്തെല്ലാം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് VV അൻവറിൻ്റെ ഈ രാജി ഒന്നും ചലനവുമില്ല. ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇപ്പോൾ ഇദ്ദേഹം രാജി വെച്ചിട്ടില്ലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. രാജി വെച്ചില്ല അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് MLA സ്ഥാനത്തിന് സംഭവിക്കുമെന്നല്ലാതെ വേറെ ഇതിലൊന്നും ഒരു കോമാളി രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ട് PV അൻവർ കേരള രാഷ്ട്രീയത്തിൽ അധപതിച്ചു പോയി എന്നല്ലാതെ വേറെ പ്രത്യേകത ഒന്നും ഇതിനകത്ത് ഈ PV അൻവർ ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്ര നിലപാടുകൾ മാറുന്നു എന്നത് മാത്രമല്ല, അദ്ദേഹം ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് പാർട്ടിയെ CPM-നെ ശുദ്ധീകരിക്കാൻ വേണ്ടി നടത്തുന്ന യത്നമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് സഖാക്കൾക്ക്, പാർട്ടിയിലെ സാധാരണക്കാരായ സഖാക്കൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ പറയുന്ന പോലെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി അതാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞ ആഭ്യന്തര വകുപ്പ് അതിൻ്റെ ഇടപെടൽ കാരണം കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, അതിനെതിരെയാണ് താൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ശേഷം പിന്നീട് അദ്ദേഹം മറ്റ് സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള പാർട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് PV അൻവറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ മറ്റ് ഉല്ലാസ് ബാബു ഒക്കെ പറഞ്ഞതുപോലെ അതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. PV അൻവറിലും PC ജോർജിനും താങ്കൾ എന്തെങ്കിലും സമാനതകൾ കാണുന്നുണ്ടോ ശ്രീ CR നീലകണ്ഠൻ? PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി താങ്കളുടെ ഒരു നോട്ടത്തിൽ എന്താകും? അല്ല, ഒന്നാമത്തെ കാര്യം PV അൻവറും PC ജോർജും തമ്മിൽ ഞാൻ താരതമ്യം ചെയ്യില്ല. കാരണം ഒരാൾ അവരുടെ രാഷ്ട്രീയത്തിൽ വ്യത്യാസമുണ്ട്, അതവിടെ നിൽക്കട്ടെ, ആ വിഷയമല്ല. PV അൻവറിൻ്റെ ഭാവി പറയാൻ ഞാനൊരു ജ്യോത്സ്യനും അല്ല. പക്ഷേ പ്രധാന പ്രശ്നം ഇവിടെ ഇപ്പോൾ UDF ഉണ്ട്, LDF ഉണ്ട്, BJP ഉണ്ട്. PV അൻവർ വളരെ തെറ്റായ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു. തടയണയാവാം, അല്ലെങ്കിൽ വാട്ടർ തീം പാർക്ക് ആവാം. ഇതിനൊക്കെ എതിരെ പോയി ഗോപീഷ് നന്നായിട്ട് അറിയാലോ. ഇതൊക്കെ ഞാനടക്കമുള്ള ആളുകളെ എത്ര ഹീനമായിട്ടാണ് അന്ന് ഈ കായികമായി പോലും ആക്രമിച്ചത്. അതിന് ഈ സൈബർ സൈന്യം, കടന്നൽ എന്ന് പറയുന്ന സൈബർ സൈന്യം എത്ര ഹീനമായിട്ടാണ് ആക്രമിച്ചത്, എത്ര സത്യാത്മകമായിട്ടാണ്. കാരശ്ശേരി മാഷെ പോലുള്ള വളരെ ആദരണീയരായ ആളുകൾ വരെ, എന്നെ പോട്ടെ, അവരെ വരെ എത്ര മോശമായിട്ടാണ് ആക്രമിച്ചത് എന്ന് അറിയാത്ത ആളുകളല്ല കേരളത്തിൽ. ഇനിയിപ്പോൾ അന്നൊക്കെ അദ്ദേഹത്തിന് ഓശാന പാടുകയും അദ്ദേഹമാണ് ഗംഭീരം, അദ്ദേഹം ചെയ്തതിനൊക്കെ ഈ CPM-ൻ്റെ സൈബർ സൈന്യം അതിനെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തു. എനിക്ക് നല്ല ഉറപ്പുണ്ടാകായിരുന്നു, നന്നായിട്ടറിയാം. ഇനിയിപ്പോൾ അവർ വിട്ടുപോയാൽ അവരെന്ത് ചെയ്യുന്നറിയില്ല. തടയണയുടെ കാര്യത്തിൽ ഗവൺമെൻറ് നിലപാടെന്താ എനിക്കറിയില്ല. അല്ലെങ്കിൽ 3 പ്രാവശ്യം ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് പൊളിച്ചു മാറ്റാത്ത തടയണ, അത് അൻവറിൻ്റെ മാത്രം കഴിവുകൊണ്ടല്ലല്ലോ അത് പൊളിച്ചു മാറ്റാതിരുന്നത്. കേരളത്തിലെ ഭരണകൂടം പിന്താങ്ങിയത് കൊണ്ടല്ലേ. അൻവറിൻ്റെ എല്ലാ നിയമലംഘനങ്ങൾക്കും ഇതുവരെ പിന്തുണയുണ്ടായിരുന്നു കേരള ഭരണകൂടത്തിൻ്റെ. ഇനി UDF-ലേക്ക് വരുമ്പോൾ UDF അവനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. തങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എന്ത് തെമ്മാടിത്തരം ചെയ്യാനും പിന്തുണയ്ക്കുക എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശൈലിയായി മാറുന്നു. അത് UDF സ്വീകരിക്കുക എന്നുള്ളത് പറയേണ്ടത് UDF ഞാനിപ്പോൾ പറയില്ല. ഇനി നേരത്തെ മുസ്തഫ പറഞ്ഞ ഒരു കമൻറ്റ് എനിക്ക് പറയണം. വാളയാറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നുപോയി. ഒരാഴ്ച മുമ്പ് പെരിയ കേസിൽ CBI കുറ്റപത്രം നൽകി വിചാരണ ചെയ്ത് 4 പേരെ ശിക്ഷിച്ചപ്പോൾ അതിൽ ഒരു അർത്ഥവുമില്ല, ഞങ്ങളത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ 3ാമത്തെ കുറ്റപത്രത്തിൽ വാളയാർ അമ്മയുടെയും അച്ഛൻ്റെയും പേര് വന്നപ്പോൾ അയ്യോ CBI എന്ത് മഹാന്മാർ, CBI എന്ത് മഹാന്മാർ. ഇപ്പം അദ്ദേഹം പറഞ്ഞല്ലോ വാളയാർ അമ്മ കുറ്റവാളിയാണെന്ന്. സംശയമില്ല. പക്ഷേ KV കുഞ്ഞിരാമൻ കുറ്റവാളിയല്ല. ഞാനത് പറയാൻ കാരണം എനിക്കത് പറഞ്ഞതിൻ്റെ ധാർമ്മികമായ ബാധ്യതയുള്ളത് കൊണ്ടാണ്. കാരണം CBI എന്ത് വിശ്വാസമാണ് ഇപ്പോൾ മുസ്തഫയ്ക്ക് എന്ന് എനിക്ക് മനസ്സിലായി. കുറ്റപത്രം നമ്മൾ കണ്ടിട്ടില്ല. കുറ്റപത്രം കൊടുത്താൽ ഉടനെ തന്നെ അവരൊക്കെ പ്രതികളാണ്. CBI കുറ്റപത്രം കൊടുത്തോ അവരൊക്കെ കുറ്റം ചെയ്തോരാ എന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി PV അൻവറിൻ്റെ ഭാവിയിലേക്കല്ല ഞാൻ വരുന്നത്. അടിയന്തരമായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വ്യക്തികളുടെ ഭാവി എന്ന് പറയുന്നത്
തന്നെ കടന്നു പോകുന്ന വഴികൾ ആലോചിക്കുക. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട നാവ് ആരുടെയാണെന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ എനിക്ക് പറയേണ്ടി വരും PC ജോർജിൻ്റെയാണെന്ന്. അത്രയ്ക്കും വിഷം ചീറ്റുന്ന ഒരു നാവായി അദ്ദേഹം മാറി. ഒരു മുസ്ലിം സംഘടനകളുടെ വക്താവായി നിന്നിട്ടുണ്ട്. ഇത് രണ്ടും ഞാനും ഗോപികൃഷ്ണനും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇത് മാറാൻ ഇവിടെ യാതൊരു വിഷമവുമില്ല. പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഒരു അടിത്തറയുമില്ലാത്ത സാധനമാണ്. അത് CPM കൊള്ളാം, കോൺഗ്രസിനായാലും കൊള്ളാം, ആർക്കായാലും കൊള്ളാം. ഞാൻ പറഞ്ഞ നാളെ UDF വരികയാണെങ്കിൽ എനിക്കറിയില്ല, UDF വരികയാണെങ്കിൽ UDF ഇപ്പോൾ ചാമക്കാലയ്ക്ക് അത് അന്നത്തെ തടയണ കുഴപ്പമായിരുന്നു, ഇപ്പോൾ തടയണ കുഴപ്പമില്ല എന്ന് പറയേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ മുസ്തഫയ്ക്ക് ഇപ്പോൾ വരുമെന്നറിയില്ല. അപ്പോൾ ഒരു നെറികേടെന്ന് ഞാൻ പറഞ്ഞ പോലെ ആ വാക്കിനൊക്കെ വളരെ വില കുറയും. ഒരു നിലപാടുമില്ലാത്ത രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിൽ കളിക്കുന്നത്. അതുകൊണ്ടാണ് അൻവറിനും PC ജോർജിനും പോലെയുള്ളവർക്ക് ശരി, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട് ശ്രീ CR നീലകണ്ഠൻ. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നിരന്തരം അത് തടസ്സപ്പെടുന്നുണ്ട് താങ്കൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ശരിയായെന്ന് തോന്നുന്നു, പറഞ്ഞോളൂ. ഒറ്റ കാര്യം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് CPM സംബന്ധിച്ചിടത്തോളം, കാരണം ഇത് നഷ്ടപ്പെട്ടിട്ടില്ല. ഇതുവരെയുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും അവർ ജയിച്ച ഒരു സീറ്റ് അവർ ജയിച്ചു, ബാക്കിയൊക്കെ UDF സീറ്റാണ്. നിലമ്പൂർ സീറ്റ് നഷ്ടപ്പെട്ടാൽ അത് CPM സംബന്ധിച്ചിടത്തോളം വലിയൊരടിയാണ്. കാരണം നിലമ്പൂർ ജയിച്ചത് അൻവറിൻ്റെ ബലത്തിലാണെന്ന് അൻവർ നാളെ പറയും. അത്രയേ ഉള്ളൂ. അപ്പോൾ CPM ആ ഒരു സംഗതി അംഗീകരിക്കേണ്ടി വരും. അതിന് ശേഷമുള്ള ഭാവി അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ കക്ഷികളൊന്നും തന്നെ വ്യക്തമല്ല. ഇപ്പോൾ ആ കക്ഷികൾ തമ്മിലുള്ള ബന്ധത്തിൽ, വ്യക്തികൾ തമ്മിലുള്ള, നാളെ തൃണമൂൽ കോൺഗ്രസ് UDF ഭാഗമായാൽ അതിന് അഖിലേന്ത്യാ തലത്തിൽ രാഷ്ട്രീയത്തിൽ ഒരു തെറ്റുമില്ല. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. സീറ്റ് വിഭജനമൊക്കെ അവരുടെ വിഷയമാണ്. അവർക്ക് വേണ്ടി താത്വികമായി ന്യായീകരണം പറയാം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ കൂടെ ചേർന്നിരിക്കുന്നു, തെറ്റൊന്നുമില്ല. കേന്ദ്രത്തിൽ അവരൊന്നിച്ച് മുന്നണിയായിട്ടാണ്, ഇന്ത്യ മുന്നണിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ന്യായീകരണം ഉണ്ടാവും ഗോപി. ന്യായീകരണം ഇത് പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്ന ന്യായീകരണം വേണം. താത്വിക ന്യായീകരണങ്ങൾ വഷളായി പോകും പലപ്പോഴും. അതാ ഞാൻ പറഞ്ഞത്. ഇതുവരെ LDF പറ്റിയത് ഇനി UDF പറ്റുമെന്നുള്ളത് മാത്രമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ പോണ ഭാവി. ശരി, ശ്രീ VPP മുസ്തഫ, പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് അടുത്തതായി PV അൻവർ പറഞ്ഞത്. അവിടെ PV അൻവറിന് മുന്നോട്ട് വയ്ക്കാൻ ഒരു സ്ഥാനാർത്ഥിയുമുണ്ട്, VS ജോയ്, അവിടുത്തെ DCC അധ്യക്ഷൻ. അപ്പോൾ അൻവർ ഒരു ഡിമാൻഡ് എന്ന നിലയിൽ അദ്ദേഹം ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വയ്ക്കുന്നു. അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ പരിഹസിക്കുന്നു. മാത്രമല്ല അൻവർ പറഞ്ഞത്, എനിക്കവിടെ വോട്ടില്ല, പക്ഷേ എൻ്റെ ആളുകൾ അവിടെയുണ്ട്, അതുകൊണ്ട് അതൊരു മലയോര മേഖലയാണ്, അവിടുത്തെ ക്രൈസ്തവ വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് VS ജോയിയെ പോലൊരാൾ അവിടെ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ജയിക്കുമെന്നതാണ്. അവിടെ ശ്രീ CR നീലകണ്ഠൻ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ അൻവറിൻ്റെതായ ഒരു സാന്നിധ്യം കൊണ്ട് പിടിച്ചെടുത്ത ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ അൻവർ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് UDF അൻവർ പിന്തുണ പ്രഖ്യാപിക്കുകയും അയാൾ ജയിച്ചു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ CPIM ആശങ്കയോടെ കാണുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു ആശങ്കയുമില്ല എന്ന് CPIM ഇതപര്യന്തമുള്ള ചരിത്രം നന്നായിട്ടറിയുന്നവർക്കറിയാം. അതല്ല, CPIM വല്ലാതെ നന്നാക്കി കളയാൻ വേണ്ടി ഇപ്പൊ അങ്ങനെ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ബാക്കി ഒരു പാർട്ടിയെ കുറിച്ച് ആക്ഷേപമില്ല, CPIM മാത്രം നന്നാവണം. അതിനുവേണ്ടി ഉപദേശിക്കാനും അതിനുവേണ്ടി ആലിംഗനം ചെയ്യാനും ഇറങ്ങിയിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളുണ്ട്, നിരീക്ഷകരുണ്ട്. അവർക്കെല്ലാം അറിയാവുന്ന നമ്മുടെ മുന്നിലെ വസ്തുതയില്ലേ? തിരുവനന്തപുരത്ത് ശെൽവരാജ് CPIM അംഗമായിരുന്നു, CPIM ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അൻവറിനെ പോലെ പുറത്ത് നിൽക്കുന്നയാളല്ല, CPIM പുറത്ത് നിൽക്കുന്ന ഒരു സ്വതന്ത്രനായിരുന്നില്ല. അദ്ദേഹം CPIM വിട്ടു പോയില്ലേ? ആ മണ്ഡലത്തിൽ പിന്നെ ഞങ്ങൾ തോക്കുകയും ചെയ്തിട്ടുണ്ട്, ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ആലപ്പുഴയിൽ KS മനോജ് CPIM ചിഹ്നത്തിൽ മത്സരിച്ച് MP ആയിരുന്നയാളാണ്. അദ്ദേഹം പിന്നെ CPIM വിട്ടുപോയില്ലേ? ആലപ്പുഴയിൽ പിന്നെ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്, ഞങ്ങൾ തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് നിലമ്പൂര് 1982 ശേഷം 2016 വരെ ഞങ്ങൾ ജയിക്കാതിരുന്ന മണ്ഡലമാണ്. ദീർഘകാലം ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായിട്ട് അദ്ദേഹം ജയിച്ചു വന്നിരുന്ന മണ്ഡലം. 2016 ആര്യാടൻ മുഹമ്മദ് മാറി അദ്ദേഹത്തിന്റെ മകൻ ഷൗക്കത്ത് വന്നപ്പോൾ അവിടെ അൻവറിനെ ഇറക്കി, പഴയ കോൺഗ്രസ്സുകാരൻ കൂടിയായ അൻവറിനെ ഇറക്കി ഞങ്ങൾ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. അതിൽ വിജയം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് CPIM രാഷ്ട്രീയ ചരിത്രം, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന ആളുകൾ ഇങ്ങനെ CPM നിന്ന് തന്നെ CPM അംഗങ്ങളായിട്ടുള്ള നേതാക്കളായിട്ടുള്ള ആളുകൾ, MLA മാരും MP മാരും പുറത്തു പോവുകയും CPM ആ മണ്ഡലങ്ങളിൽ പിന്നീട് ജയിക്കുകയും തോൽക്കുകയും പിന്നെയും ജയിക്കുകയും എല്ലാം ചെയ്ത അനുഭവമുള്ള ഒരു പശ്ചാത്തലത്തിൽ
ഞങ്ങൾക്ക് എന്തോ വലിയ രാഷ്ട്രീയ ബൂമറാങ്ങും എന്ന് പറയുന്നതിൽ എന്ത് കാര്യം? നിങ്ങൾ നോക്കൂ, നിലമ്പൂരിൽ അദ്ദേഹം സംഘടിപ്പിച്ച ആദ്യത്തെ പൊതുയോഗം, ഞങ്ങളെ വിട്ടതിന് ശേഷം, ഇടതുപക്ഷം വിട്ടതിന് ശേഷം ആദ്യത്തെ പൊതുയോഗം, 24-ന്റെ ചാനലുകാരൻ, അവരുടെ പ്രവർത്തകർ, നിങ്ങളുടെ പ്രവർത്തകർ പോയിട്ട് അവിടെ കൂടിയ ജനങ്ങളോട് ചോദിച്ചല്ലോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയാ വന്നത് എന്നുള്ളതിന്റെ ക്ലിപ്പുകൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഗോപികൃഷ്ണന്റെ കയ്യിലുണ്ടല്ലോ. ആരാണ് ആദ്യത്തെ പൊതുയോഗത്തിൽ കൂടിയത്? പിന്നെ ചേലക്കര വന്നു, പാലക്കാട് പോട്ടെ, വി ഡി സതീശനുമായിട്ട് ഒരുപാട് കൊമ്പ് കോർത്തു, പിന്നെ നിരുപാധികം കീഴടങ്ങി. എന്നിട്ട് ഇതാ ചേലക്കരയിൽ CPM-ന്റെ സിറ്റിംഗ് മണ്ഡലം, അവിടെ ഇതാ ഇത്തവണ പിണറായിക്ക് അടി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? ഞങ്ങൾക്കൊരാശങ്കയും അക്കാര്യത്തിലില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം അതാണ്. നിങ്ങളിങ്ങനെ പിണറായി വിരുദ്ധതയിലും CPM വിരുദ്ധതയിലും ഊന്നി കെട്ടിപ്പൊക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ബലൂൺ പോലെ പൊട്ടിത്തകരുകയല്ലേ? അതാണ് വാളയാറിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത്. അതല്ലാതെ CBI എന്തോ മഹാ ഏജൻസി എന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. വാളയാർ കേസിനെ കുറിച്ച് ഇപ്പോൾ ഒടുവിൽ വന്ന ഈ വെളിപ്പെടുത്തലുകളിൽ CPIM-ന്റെ നിലപാടുകളും അതിൻ്റെ നിരീക്ഷണങ്ങളും നോക്കിയാൽ CR നീലകണ്ഠന് പറയാൻ പറ്റുമോ CBI മഹത്തരം എന്ന് ഞങ്ങൾ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഞങ്ങൾ പറഞ്ഞത് എന്താ? CR നീലകണ്ഠൻ ഉൾപ്പെടെയുള്ളവർ ആ അമ്മയെ മുൻനിർത്തി CPM-നെ വേട്ടയാടാൻ ശ്രമിച്ചു ആ സംഭവത്തിന്റെ പേരിൽ. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ കൊണ്ടുപോയി ആ അമ്മയെ അതിനകത്ത് എന്തോ പറയുന്നുണ്ട്. പറഞ്ഞോളൂ, ഒരു സെക്കൻഡ്. അല്ലല്ല, ഞാനൊന്ന് അല്ല, താങ്കൾ പറഞ്ഞ ഭാഗത്തെ കുറിച്ചാണ്. അല്ല ഒറ്റ വാചകം. ഈ CBI കുറ്റപത്രം ഇപ്പോൾ അമ്മയ്ക്കെതിരെ സമർപ്പിച്ചതിൽ ആഘോഷിക്കുകയാണ് CPM-ന്റെ മന്ത്രിമാരടക്കം. ഞാൻ അങ്ങക്ക് വേണമെങ്കിൽ വിട്ടുതരാം. ഇപ്പൊ കണ്ടില്ലേ എന്ന്. എന്ത് കണ്ടു? CBI-യുടെ കുറ്റപത്രത്തിൽ അമ്മയുടെ പേര് വന്നപ്പോൾ ഉടനെ തന്നെ അമ്മ കുറ്റവാളിയാണ്, ഞങ്ങൾ പറഞ്ഞില്ലേ അമ്മ കുറ്റവാളിയാണ് എന്ന്. അത് എന്തടിസ്ഥാനത്തിൽ? ശരി ശരി, എന്തടിസ്ഥാനത്തിൽ MP രാജേഷ് പറഞ്ഞോളൂ. നിങ്ങളൊന്ന് പറയൂ. പറഞ്ഞോളൂ. CR നീലകണ്ഠൻ, നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ആഘോഷിക്കണ്ടേ? CPM-നെ വേട്ടയാടാൻ, പിണറായിക്കെതിരെ പ്രചരണം നടത്താൻ നിങ്ങൾ ആ അമ്മയെ വെച്ച് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ജാഥ നടത്തി അവരെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി നിർത്തി താങ്കൾ ചെയ്തപ്പോ അതിനെതിരായിട്ടൊരു പ്രതികരണം വരുമ്പോൾ ഞങ്ങളല്ലാതെ പിന്നെ ആരാ ആഘോഷിക്കേണ്ടത്? താങ്കൾ ഉൾപ്പെടെയല്ലേ ഇങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചത്? ഏതെല്ലാം തരത്തിൽ താങ്കൾ കൊണ്ടുവന്ന അങ്ങനെ പിണറായിക്കെതിരെ ഒരു പിണറായി വിരുദ്ധതയും CPM വിരുദ്ധതയും അജണ്ടയാക്കി വെച്ച് താങ്കൾ കൊണ്ടുവന്ന CR നീലകണ്ഠൻ ഉന്നയിക്കുന്നത് ശ്രീ VPP മറ്റൊരു വിഷയമാണ്. അതായത് CBI അപ്പോൾ നിങ്ങൾ അംഗീകരിച്ചു എന്നാണ്. അതായത് പെരിയ കേസിൽ CBIയുടെ കാര്യത്തിൽ എടുത്ത നിലപാട് വാളയാർ കേസിൽ നിങ്ങൾക്കുണ്ടോ എന്നായിരുന്നു CR ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം. അത് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. CBI കൂട്ടിലടച്ച തത്തയാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾ നിലപാട് മാറ്റിയിട്ടില്ല. ശരി ശരി പക്ഷേ നമുക്ക് അതല്ല വിഷയം. ഞാനത് ആളുകൾ ആലോചിക്കണം. ശരി, അത് അല്ല, അത് അതിനിടയിൽ ഇതൊരു പരാമർശ വിഷയമായതുകൊണ്ട് ഒരൊറ്റ മിനിറ്റ് അല്ലല്ല, ഞാൻ ഗോപീഷൻ ഒരു മിനിറ്റ് പറഞ്ഞോളൂ. VPP പറഞ്ഞോളൂ. അത് ഞാൻ പറഞ്ഞു പോകുന്നത് ഇതാണ്. CBI, ED ഇങ്ങനെ അന്വേഷണ ഏജൻസികൾ ഇട്ടുകൊടുക്കുന്ന തുണ്ട് കടലാസുകൾ വെച്ചിട്ട് CPM-നെ വേട്ടയാടാൻ ഇറങ്ങുന്നവർ, പിണറായിക്കെതിരായിട്ട് വലിയ പ്രചരണത്തിന് ഇറങ്ങുന്നവർ ആലോചിക്കണം. നല്ല തെളിവുകളും നല്ല വ്യക്തതയും ഇല്ലാതെ ഇത്തരം പ്രചരണം നടത്തിയിട്ട് ഇപ്പോ ചെറിയൊരു തിരിച്ചടി കിട്ടുമ്പോൾ നിങ്ങൾ ആഘോഷിക്കുകയല്ലേ എന്ന് നിലവിളിക്കുന്ന ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ PV അൻവർ പറഞ്ഞ വിഷയങ്ങളിൽ കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിയുന്നതും കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിയാത്തതുമായ ഭാഗങ്ങൾ നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയുമോ? അതായത് CPM-ലെ നേതാക്കൾ പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ADGP-ക്കെതിരെയും ഒക്കെ ആരോപണം ഉന്നയിച്ചത് എന്ന വാദവും, VD സതീശനെതിരെ 152 കോടി രൂപയുടെ ആരോപണം P ശശി പറഞ്ഞതുകൊണ്ട് ആണ് ഉന്നയിക്കപ്പെട്ടത്, അതിൽ മാപ്പ് ചോദിച്ച ഭാഗങ്ങളും ഒക്കെ രാഷ്ട്രീയമായി കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ
നേരത്തെ CR സൂചിപ്പിച്ചതുപോലെ തടയണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതിനെതിരെ ഉണ്ടായിട്ടുള്ള കോടതി നടപടി നടപ്പാക്കാൻ കഴിയാതെ വിഘാതമുണ്ടാക്കിയ കാര്യത്തിൽ അതിന് കിട്ടിയ അധികാരത്തിൻ്റെ തണൽ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇതിലൊക്കെ അതായത് എന്തൊക്കെയാണോ അൻവറിനെ വ്യക്തിപരമായി അദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ സാധൂകരിക്കേണ്ടുന്ന ബാധ്യത കൂടി കോൺഗ്രസിന് മേൽ അല്ലെങ്കിൽ UDF മേൽ വന്നു ചേരില്ലേ? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? നിങ്ങൾ വാതിൽ പൂർണ്ണമായി തുറന്നിട്ടില്ല അല്ലെങ്കിൽ അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം പരിഗണിക്കേണ്ടി വരില്ലേ? പക്ഷേ ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് BJP പ്രതിനിധി കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി. ഞാൻ അതിലേക്കൊന്നും പറയുന്നില്ല. പുള്ളി എന്താ പറയുന്നത്, രാഷ്ട്രീയ നിലപാട്, പാർട്ടി മാറിയതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താ പറയുന്നത്, ഈ PV അൻവറിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടല്ല. പക്ഷേ ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ചൊരു ആക്ഷേപം പറഞ്ഞു. പാർട്ടിയുടെ PV അൻവറിൻ്റെ മുന്നിൽ പാർട്ടിയുടെ വാതിൽ തുറന്നിട്ടുമില്ല, പാർട്ടിയുടെ വാതിൽ അടച്ചിട്ടുമില്ല എന്ന് അതിനെ അദ്ദേഹം ആക്ഷേപിക്കുന്നുണ്ട്. ഇതേ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണോ ഇന്ന് ശോഭാ സുരേന്ദ്രൻ BJPയുടെ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്തതെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. പാർട്ടിയുടെ വാതിൽ അടയ്ക്കാത്തത് കൊണ്ടാണോ അതോ പാർട്ടിയുടെ വാതിൽ തുറക്കാത്തത് കൊണ്ടാണോ ശോഭാ സുരേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇന്ന് വോട്ട് ചെയ്യാത്തത് എന്നതിനെ സംബന്ധിച്ച് കൂടി അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായി. സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം. ബാക്കിയൊക്കെ PV അൻവർ പറയേണ്ടതും PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് BJPയുടെ പ്രതിനിധി പറഞ്ഞിട്ടുള്ളത്. ഇനി താങ്കൾ ചോദിച്ച വിഷയത്തിലേക്ക് വന്നാൽ, ഇവിടെ PV അൻവറിനെ സംബന്ധിച്ച് PV അൻവർ താങ്കൾ ചോദിക്കുന്നത് ഒന്ന് തടയണയുമായി ബന്ധപ്പെട്ട്, രണ്ട് നടപടികളുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ PV അൻവർ പറയുന്നതിന് മുമ്പ് PV അൻവർ ഇന്നാണല്ലോ പറയുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞിട്ടാണ് ശ്രീ VD സതീശനെതിരെ ആക്ഷേപം ഉന്നയിച്ചത് എന്ന് PV അൻവർ ഇപ്പോൾ പറയുന്നു. എന്നാൽ അന്ന് തന്നെ UDFും പ്രതിപക്ഷവും വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്, അടിസ്ഥാനരഹിതമായ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് എന്ന്. ഞങ്ങൾ പറഞ്ഞ വാചകങ്ങൾ ശരിയാണ് എന്ന് ആരാണോ ആരോപണം ഉന്നയിച്ചത് അദ്ദേഹം പറയുകയും അദ്ദേഹം കേരളീയ സമൂഹത്തോട് മാപ്പ് പറയുകയും അതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്ന് വ്യക്തമായി പൊതുസമൂഹത്തോട് സംവദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഞാൻ എവിടെയോ കണ്ടു, ശ്രീ P ശശി പറയുന്നു ഞാൻ മാനനഷ്ട കേസ് കൊടുക്കും, ഞാൻ കേസ് ഫയൽ ചെയ്യുമെന്നൊക്കെ. ഇദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി ഈ PV അൻവറിനെതിരെ മാനനഷ്ട കേസ് കൊടുത്തുന്നോ അയച്ചു എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ശരിയായിരുന്നു എന്ന് PV അൻവർ ഇന്ന് അതിൽ കക്ഷിയായ PV അൻവർ തന്നെ അടിവരയിട്ട് തരുന്നതാണ് നമ്മളിന്ന് കണ്ടത്. ഒന്ന്. രണ്ടാമത്തേത്, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിനെ മാറ്റാത്തതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മാത്രമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. CPIയുടെ പ്രതിഷേധം താങ്കൾക്ക് ഓർമ്മയുള്ളതല്ലേ? നമ്മൾ എത്രയോ ദിവസം ചർച്ച ചെയ്തതാണ്. MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരായി ബിനോയ് വിശ്വം ഉൾപ്പെടെ ആനി രാജ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച്. അപ്പോഴും നമ്മൾ പറഞ്ഞ എന്താണ്, ഇത്തരത്തിൽ അനധികൃതമായി ഇടപെടുന്ന DGP ADGP ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങളും പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി അതിൽ മാറ്റാതിരുന്നപ്പോൾ തീർച്ചയായിട്ടും CPI ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായിരുന്നു എന്നും തൻ്റെ ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ പാർട്ടിയിലുള്ളവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ആരോപണങ്ങളുമായി പരസ്യമായി രംഗത്ത് വന്നതിനെ കുറിച്ചാണ് പരസ്യമായി രംഗത്ത് വന്നതെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന കാരണങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. പിന്നെ താങ്കളുടെ ചോദ്യം തടയണയുമായി ബന്ധപ്പെട്ടാണ്. PV അൻവർ വ്യക്തിപരമായി ചെയ്തിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് താങ്കൾ ചോദിക്കുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇൻവെർട്ടഡ് കോമയിൽ. ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് PV അൻവർ ഇപ്പോൾ ഈ മുന്നണി വിടുകയും മുഖ്യമന്ത്രിക്കെതിരായി തെറിവിളിക്കുകയും ചെയ്തതിന് ശേഷം ഇത്രയും ദിവസമായിട്ടും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതിൽ ഈ പറഞ്ഞതല്ലാതെ അതിനപ്പുറത്തേക്കും PV അൻവറിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നതുകൊണ്ടാകാം ഒരുപക്ഷെ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ PV അൻവർ ചെയ്തല്ല ശരിയാണെന്ന് ഞാൻ സമർത്ഥിയല്ല. പക്ഷേ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗം ഈ P ശശിയും കൂട്ടരും ചുമ്മാതിരിക്കുമോ? ഈ P ശശിയും കൂട്ടരും ഈ PV അൻവറെ ജയിലിലിടാൻ കിട്ടിയൊരു അവസരം കൃത്യമായി ഉപയോഗിച്ചവരല്ലേ? ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിച്ചത്? അവിടെ ഒരു നടന്ന സമരം. ആ സമരം ഞങ്ങളെല്ലാം നിങ്ങളുടെ ചാനലിലൂടെ കണ്ടവരാണ്. ആ സമരത്തിൽ പങ്കെടുക്കാതിരുന്ന, എന്നാൽ അതിന് നേതൃത്വം നൽകുന്നതിൻ്റെ പേരിൽ മാത്രം PV അൻവറിനെ PDPP ആക്ട് അനുസരിച്ച് കേസിൽപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാനത്ത് ഭരണത്തിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്. കഴിഞ്ഞ 16 വർഷമായി ഞങ്ങൾ ദേശീയ തലത്തിൽ ഭരണത്തിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ആരായാലും ഞങ്ങളെ സംബന്ധിച്ച് നിയമപ്രകാരം മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ പോയിട്ടുള്ളൂ. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഈ PV അൻവറിന്റെ രാഷ്ട്രീയത്തെ കോമാളി രാഷ്ട്രീയം എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ, അതായത് ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കുറിച്ചൊക്കെ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളെയും ബാലിശമായും അന്തസ്സാരശൂന്യവുമായിട്ടാണോ BJP കാണുന്നത്? അതായത്
ഈ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകളിൽ കാര്യമായി BJP ഏറ്റെടുക്കാൻ താല്പര്യപ്പെടാത്ത വിഷയങ്ങളായിട്ടാണോ ഇതിനെയൊക്കെ പരിഗണിക്കുന്നത്, കോമാളി രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ? അല്ലെന്ന് എൻ്റെ ഗോപികൃഷ്ണൻ അതിനെ വക്രീകരിക്കേണ്ട കാര്യമില്ല. ഗോപികൃഷ്ണങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, PV അൻവർ വാർത്താ സമ്മേളനം നടത്തിയ അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതാത് സമയത്തിന് അവസരവാദത്തിനനുസരിച്ച്, അവസരവാദ രാഷ്ട്രീയ അല്ലെങ്കിൽ അവസരവാദ പ്രകടനം എന്നൊക്കെ പറയുന്നത് പോലെ അവനവന് തോന്നിയ പോലെ അതാണ് ശരി എന്ന് വരുത്തി തീർത്ത് ഒരു മാധ്യമ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫലമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. നമുക്ക് ശശി എന്ന് പറയപ്പെടുന്ന വ്യക്തി പറഞ്ഞിട്ടാണ് ഈ തട്ടിപ്പ് മുഴുവൻ ഞാൻ നടത്തിയത് എന്നിപ്പോൾ അദ്ദേഹം പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ശശിക്കെതിരെ കേസ് കൊടുത്ത് ശശിക്കെതിരെ ഈ പ്രവൃത്തി നടത്താൻ PV അൻവറും തയ്യാറാവണം. PV അൻവറിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ ശശി അടങ്ങുന്ന ആളുകളും തയ്യാറാകണം. എന്തിനാണ് PV അൻവർ ശശി പറഞ്ഞ കാര്യം കൃത്യമായിട്ടൊരു എവിഡൻസ് ഇല്ലാതെ ഈ നിയമസഭയ്ക്കകത്ത് ജനങ്ങളുടെ മുമ്പിൽ വെച്ചത്? എന്തിനാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അത് വെച്ചത്? അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം വ്യക്തതയുണ്ട് എന്നുള്ളത് നിങ്ങൾ ബോധ്യപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. നോക്കൂ, അദ്ദേഹം എന്ത് പറയുമ്പോഴും പറയുന്നത് എന്താണ്? മുസ്ലിം വേട്ട, ന്യൂനപക്ഷ വേട്ട, വർഗീയവാദത്തിൻ്റെ വിത്തുകൾ ഭാവിയിൽ ഞാൻ പാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക, മുൻപന്തി സാധനങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അദ്ദേഹം നടത്താൻ പോകുന്നത് കൃത്യമായിട്ടുള്ളൊരു മേഖല കേന്ദ്രീകരിച്ചുള്ള വർഗീയവാദമാണെന്നാണ്. ഏതൊരു കാര്യം പറഞ്ഞാൽ 2 ഇഡ്ഡലി കഴിക്കാം, എന്തുകൊണ്ട് എനിക്ക് 3 ഇഡ്ഡലി തന്നില്ല, ഞാൻ ന്യൂനപക്ഷമായതുകൊണ്ടാണ് എന്ന് പറയപ്പെടുന്ന ഒരു രീതിയിലല്ലേ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ന്യൂനപക്ഷ വേട്ടയാണ്, അപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തെ കൂട്ടുപിടിക്കുന്നു. ഇതൊക്കെ എന്ത് രാഷ്ട്രീയമാണ്? എന്താണ് ഇന്ത്യ മുന്നണിയുടെ 3 സംവിധാനത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന ഒരു വ്യക്തി എന്നല്ലാതെ എന്ത് കണ്ടന്റാണ് അദ്ദേഹം പറയുന്നതിൽ? അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുണ്ടോ? അദ്ദേഹം തന്നെ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങൾ പറ ഗോപികൃഷ്ണൻ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ പറ. ഇവിടെ യാഥാർത്ഥ്യപരമല്ലാത്ത കാര്യങ്ങൾ നിരവധി തവണ പറയുകയും അദ്ദേഹത്തിൻ്റെ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുകയും ചെയ്യപ്പെടുമ്പോൾ അതിനെ കോമാളിത്തരം എന്നല്ല എന്താണ് പറയേണ്ടത്? പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ശശി പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ശശി സൂചി കുത്തുമ്പോൾ അല്ലെങ്കിൽ റിമോട്ട് അമർത്തുമ്പോൾ ആടിക്കളിക്കാനുള്ള ഒരു പൊട്ടംഭാവിയായിരുന്നു PV അൻവർ എന്ന് പറയപ്പെടുന്നത്. അവിടെയാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അങ്ങനെ ഇവിടെ അഴിമതി ആരോപണങ്ങൾ കൃത്യമായി വന്നിട്ടുണ്ടെങ്കിൽ, അതിന് എവിഡൻസ് ഉണ്ട് എങ്കിൽ, അതിന് കൃത്യമായ തെളിവുണ്ട് എങ്കിൽ BJP എന്നല്ല എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളും അതിനെതിരെ സമരത്തിന് വരും, അതിനെതിരെ അഭിപ്രായ പ്രകടനങ്ങളുണ്ടാവും, അതിനെതിരെ വ്യക്തമായിട്ടുള്ള മുന്നേറ്റങ്ങളുണ്ടാവും. അത് സ്വാഭാവികമല്ലേ? പക്ഷേ ഇദ്ദേഹം അതിനുവേണ്ടി ഉന്നയിക്കുന്ന വിഷയങ്ങൾ, ഇദ്ദേഹം ഇന്ന് രാജിവെക്കുന്നതിന് തൊട്ട് മുൻപ് ഉന്നയിച്ച വിഷയങ്ങൾ, ഇതിന് തൊട്ട് മുൻപ് ഉന്നയിച്ച വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കുന്നത്. കോമൺ സെൻസ് ഉള്ള വ്യക്തികളല്ലേ നമ്മളെല്ലാവരും, ഗോപികൃഷ്ണൻ അടക്കം. നിങ്ങളതൊന്ന് അന്വേഷിച്ച് നോക്കുക. 2 ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞൊരു കാര്യം, ശോഭാ സുരേന്ദ്രൻ വോട്ടെടുപ്പിന് പങ്കെടുത്തില്ല. നീ എൻ്റെ പൊന്ന് ജ്യോതികുമാർ ചാമക്കാല, BJP കുറിച്ച് അറിയില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പറയാതിരിക്കുക. ഇവിടെ വോട്ടെടുപ്പില്ല സാർ, ഞാൻ BJP പാർട്ടിയിലുള്ള ആളാണ്, ഞാൻ BJP പാർട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വന്ന ആളാണ്. എനിക്കറിയാത്ത ഏത് വോട്ടെടുപ്പാണ് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അറിഞ്ഞത് എന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. വെറുതെ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശ്രീ CR നീലകണ്ഠൻ ഒരു ഒറ്റ കാര്യം കൂടി, അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രതിനിധി എന്ന നിലയിൽ PV അൻവറിന് എന്തെങ്കിലും സവിശേഷമായ ഒരു ദൗത്യം കേരളത്തിൽ നിർവഹിക്കാനുണ്ട്? VPP ഒറ്റ മിനിറ്റ്, സമയമില്ല, അതുകൊണ്ടാണ്. CR ഗോപികൃഷ്ണൻ, അല്ല, ഭാഗമായി നിന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പറഞ്ഞോളൂ CR. അല്ല, PC ജോർജ് വർഗീയമാണ് പറയുന്നത്, അതാണ് കൂടുതൽ ശരി. ശരി. VPP എന്നോട് ക്ഷമിക്കണം, സമയമില്ല, സമയം അതിക്രമിച്ചു പോയി. നമുക്കിനി വീണ്ടും നമുക്ക് ഇതിന്റെ ചർച്ചയിലേക്ക് വരാം. ശ്രീ VPP, നമുക്ക് അടുത്ത തവണ വീണ്ടും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഏതായാലും PV അൻവറിന്റെ പുതിയ നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അടവുകളാണോ? അങ്ങനെയാണെങ്കിൽ ആരാണ് ആ അടവുകൾ ഏറ്റെടുത്ത് പയറ്റാൻ പോകുന്നത്? ആർക്കാണ് അതിൽ പരിക്കേൽക്കാൻ പോകുന്നത്? കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വീണ്ടും അൻവർ വിഷയം ചർച്ചയാക്കപ്പെട്ടേക്കാം. പക്ഷേ എത്ര നാൾ എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എൻകൗണ്ടർ പ്രൈം ഇവിടെ പൂർത്തിയാവുകയാണ്.